എൻ്റെ പേര് വിക്രമൻ നായർ. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഒരു 25 വർഷത്തിന് മുമ്പ് എനിക്ക് CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് അത് ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് എനിക്ക് പല വിധത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും വലിയ വലിയ ഡോക്ടർമാരെല്ലാം പോയി കണ്ടു. ട്രിവാൻഡ്രത്തുള്ളവരെ കണ്ടിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അവർ പറഞ്ഞു മരുന്ന് കഴിക്കുക. ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ ചെയ്ത ബൈപ്പാസ് ഗ്രാഫ്റ്റിങ്ങിലുള്ള 2 ഇത് വെയിൻ വർക്ക് ചെയ്യുന്നില്ല. അതിൽ മരുന്ന് കഴിക്കാനേ ഉള്ളൂ, വേറൊന്നും വഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ നോക്കിയപ്പോൾ ഒരിക്കൽ ദിവസം എനിക്ക് ഡോക്ടർ പ്രവീണിൻ്റെയും പറ്റിയുള്ള സംഭാഷണം കേട്ടു. അങ്ങനെ അതിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ 2 മാസമായിട്ട് മരുന്നും കഴിച്ച് വീട്ടിലിരിക്കുക, വെളിയിറങ്ങാനൊക്കാത്ത കണ്ടീഷൻ, ജയിലിലെ പോലെ. കാരണം കൂടെ നെഞ്ച് വേദന വരും. അങ്ങനെ ഉള്ളപ്പോൾ ഡോക്ടറെ പോയി കണ്ടു, കാര്യം പറഞ്ഞു. വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഏതേ ടൈപ്പ് ഓഫ് കോംപ്ലിക്കേഷനുള്ള ഹാർട്ട് കേസുകളും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഓക്കെ, യു ക്യാൻ കൺവീനിയൻ്റ്ലി വിൽ ഡു ഇറ്റ്. അങ്ങനെ ഡോക്ടർ പ്രവീൺ നിർദ്ദേശിച്ചനുസരിച്ച് SP മെഡ്ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് രാവിലെ തന്നെ ഒരു 10 മണിയോടുകൂടി ഞാനും എൻ്റെ മകനുമായിട്ട് വരികയും അവിടെ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പക്ഷേ അന്നേ ദിവസം തന്നെ 5 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുകയും ചെയ്തു. ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള ഒരു പുതിയ നൂതനമായിട്ടുള്ള സംവിധാനവും എല്ലാം ഉപയോഗിച്ചാണ് 2 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. തിരിച്ച് നേരെ ICU യൂണിറ്റിലേക്ക് പോയി. ഒരു 3 ദിവസം, എല്ലാം കൂടെ 3 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോരുകയും ചെയ്തു. അങ്ങനെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. അതിന് ശേഷം പിന്നെ നെഞ്ചുവേദന വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ ആശുപത്രിയോടും ഡോക്ടറോടും മറ്റ് സ്റ്റാഫിനോടും ഈ SP മെഡ്ഫോർട്ടിലുള്ള ഹോസ്പിറ്റലിനോടും കടപ്പെട്ടിരിക്കുന്നു. SP Medifort, you first, always.